ഒത്തുതീർപ്പിലൂടെ സെക്രട്ടേറിയറ്റ് ഉപരോധം അവസാനിപ്പിച്ചുവെന്ന ആരോപണം ശരിയല്ല. മുഖ്യമന്ത്രിയുടെ രാജി തീരുമാനമാവാതെ നീളുമ്പോൾ ജനപിന്തുണ LDFന്റെ ആവശ്യമാണ്. സമരത്തിന്റെ ഒരു ഘട്ടം പൂർത്തിയാക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള ഒരു സമരരൂപം, അതായത് സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം എന്ന ആ സമരരൂപം അവസാനിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തുടർച്ചയായി ഉമ്മൻചാണ്ടിയുടെ നിലപാട് സമരം ക്ഷണിച്ചു വരുത്തുന്നതാണ്, തുടരാൻ പ്രേരിപ്പിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു സമര ശൃംഖല കേരളത്തിൽ ഇരമ്പാനിടയുണ്ട് എന്ന് ഉമ്മൻചാണ്ടി കാണും. ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനത്തോടെ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനാവുമെന്ന് കരുതേണ്ടതില്ല. പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ ജനം അനുവദിക്കില്ല. ഉമ്മൻചാണ്ടിക്ക് ഇത്തരം ഒരു പ്രക്ഷോഭത്തിൻ്റെ ഘട്ടത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ സാധാരണ നിലയിൽ പ്രവർത്തിച്ചു പോകാമെന്ന വ്യാമോഹം വേണ്ട. ആ പരിപാടി സമ്പർക്കമായാലും സംസർഗമായാലും എല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുവദിക്കില്ല. ഒത്തുതീർപ്പിനായി ആരും താനുമായി ചർച്ച നടത്തിയിട്ടില്ല. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ടേംസ് ഓഫ് റെഫറൻസ് പ്രതിപക്ഷവുമായി ആലോചിച്ച് നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെയുമാണ് സ്വാഗതം ചെയ്തത്. എന്നെ ഒരു മന്ത്രിയും വിളിച്ചിട്ടില്ല. എന്നെ ആരും ബന്ധപ്പെടുകയോ ഞാൻ അറിയത്തക്ക നിലക്കുള്ള ഒരു മധ്യസ്ഥൻ പോവുകയോ ഉണ്ടായിട്ടില്ല. അടുത്ത ഘട്ട സമരം LDF യോഗത്തിന് ശേഷമേ തീരുമാനിക്കൂവെന്നും പിണറായി വിജയൻ പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.